അങ്ങനെ ജീവിച്ചിരുന്ന ഞാൻ സായിപ്പിൻ്റെ നാട്ടിൽ ചെന്ന് അവിടുത്തെ ടോയ്ലറ്റ് ക്ലീനിങ്ങും ഈ പോട്ട് വാഷും ക്ലീനിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ കണ്ണുന്നൊക്കെ വെള്ളം വരും. അതൊക്കെ തുടച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു കഴുകലുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സ്വിസ്സിൽ പഠിച്ചിരുന്ന കാലത്ത് എനിക്കും കിട്ടിയ ജോലി ഇതാ. അന്ന് ഫസ്റ്റ് ജോലി കിട്ടുന്നത് പോട്ട് വാഷറായിട്ടാണ്. ഡിഷ് വാഷർ അതിൻ്റെയും മുകളിലാണ്, അതിൻ്റെ താഴെയാണ് പോട്ട് വാഷ്. അപ്പോൾ ഞാനത് ഇങ്ങനെ കഴുകുന്ന സമയത്ത് ടാപ്പിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, മൂക്കിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. വീട്ടിൽ തിന്ന പാത്രം കഴുകി പരിചയമില്ലാത്ത ആളായിരുന്നു ഞാൻ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എണീറ്റ് പോവുക, ബാക്കി അമ്മ നോക്കിക്കോളും. അങ്ങനെ ജീവിച്ചിരുന്ന ഞാൻ ഈ സായിപ്പിൻ്റെ നാട്ടിൽ ചെന്ന് അവിടുത്തെ ടോയ്ലറ്റ് ക്ലീനിങ്ങും ഈ പോട്ട് വാഷും ക്ലീനിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ കണ്ണുന്നൊക്കെ വെള്ളം വരും. അതൊക്കെ തുടച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു കഴുകലുണ്ട്. പക്ഷേ അന്ന് എനിക്ക് കുറേ മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. മെൻറ്റേഴ്സ് മീൻസ് എനിക്ക് ആദ്യമായിട്ട് ജോലി തന്ന ഒരു ടോമി സാറ്. അപ്പം അദ്ദേഹമൊക്കെ പറയുന്നത് വെച്ചാൽ, പ്രവീണെ ഇതൊന്നും ചെയ്ത് പരിചയമില്ലാന്ന് എനിക്കറിയാം, പക്ഷെ നന്നായി കഴുകാൻ പഠിച്ചാൽ പെട്ടെന്ന് ഞാൻ ഡിഷ് വാഷറാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആത്മാർത്ഥം ഇതിന്ന് രക്ഷപ്പെടണം എനിക്ക്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ കഴുകൽ ഈ പാത്രങ്ങൾ ഇങ്ങനെ കൂടിയിട്ട് എന്നെ കാണാതാവും. ഞാൻ പാത്രത്തിൻ്റെ അപ്പുറത്തായിരിക്കും. എന്നാൽ വേഗം ആയിക്കോട്ടെ, ഇത് സീലിംഗ് മുട്ടാറായി തുടങ്ങി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ വീണ്ടും എടുത്ത് കഴുകുക. അങ്ങനെ ഡിഷ് വാഷറായപ്പോൾ കിച്ചൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ പിന്നെ ഇത്തിരി എളുപ്പമായി. യൂണിഫോമൊക്കെ ആയി. നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ വാഷ് ചെയ്തിട്ട് ഡിഷ് വാഷറിലോട്ട് കൊടുത്താൽ മതി. അത് നന്നായി ചെയ്തപ്പോഴാണ് ഗ്ലാസ് വാഷറായിട്ട് പ്രൊമോഷൻ. അപ്പോൾ റെസ്റ്റോറൻറ്റ് സെർവിങ് ഏരിയയിലെത്തി, കൗണ്ടറിലെത്തി. അവിടുന്ന് പിന്നെ വെയിറ്ററായി. അങ്ങനെയാണ് കയറി വന്നത്. പക്ഷെ ഇത് ആദ്യം തന്നെ പോയിട്ട് ഞാൻ മാനേജറായാൽ